കൊല്ലം കോർപ്പറേഷൻ UDF സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിലും മുസ്ലിം ലീഗിലും സംഘർഷഭരിതം. 3 തവണ ജയിച്ച കോൺഗ്രസ് പ്രവർത്തകയെ വാർഡ് കമ്മിറ്റിയിൽ പോലും ഉൾപ്പെടുത്താതെ നാണം കെടുത്തി. ഇതോടെ രാജിക്കത്തിനും പരാതിക്കത്തിനും കൊല്ലം സാക്ഷ്യം വഹിച്ചു തുടങ്ങി. LDFനെതിരെ കുറ്റപത്രയാത്ര നടത്താൻ ശേഷിയില്ലാതെ RSP നേതാവിനെ തെരഞ്ഞെടുത്ത കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഗതികേട് സ്ഥാനാർത്ഥി നിർണയത്തിലും തുടർക്കഥ. കന്റോൺമെന്റ് ഡിവിഷനിൽ SDPI നേതാവിന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തെ ഭൂരിപക്ഷം കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എതിർക്കുന്നു. ഇവിടെ റിബൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ചേക്കാനും സാധ്യത. വടക്കേവിളയിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട സിദ്ധാർത്ഥൻ KPCC നേതൃത്വത്തിന് പരാതി നൽകി. ഇവിടെയും UDFന് കാര്യങ്ങൾ ശുഭകരമല്ല. മുണ്ടക്കലിൽ ശാന്തിനി ശുഭദേവനെയും വെട്ടി. കിളികലൂരിൽ തുടർച്ചയായി 3 തവണ ജയിച്ച ലൈലകുമാരിയെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ പോലും സഹകരിപ്പിക്കുന്നില്ല. അതാത് ഡിവിഷനിലെ പ്രവർത്തകരെ സ്ഥാനാർത്ഥിയാക്കാതെ മറ്റ് ഡിവിഷനിലെ A ഗ്രൂപ്പുകാരനായ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പ്രതിഷേധിച്ച് അഡ്വക്കേറ്റ് കോയിക്കൽ രാജേഷ് കോൺഗ്രസ് കോയിക്കൽ ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. പട്ടത്താനത്ത് ബൈജു ആലുമൂട്, മനോജ്, ബിനോയ് ഷാനൂർ എന്നിവർ രംഗത്തുണ്ട്. അതേസമയം മുസ്ലിം ലീഗിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിലെ തർക്കം പരിഹരിക്കാൻ ലീഗ് നേതൃത്വം ഇടപെട്ടേക്കും. കയ്യാലക്കലിൽ തോപ്പിൽ നൌഷാദ്, മാജിദ വഹാബ്, നിയാസ് അബുബേക്കർ എന്നിവർ രംഗത്തുണ്ട്. മാജിദ വഹാബ് ഇനി മാറി നിൽക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. തേവള്ളിക്ക് പകരം കച്ചേരി ഡിവിഷൻ വേണമെന്ന RSPയുടെ ആവശ്യത്തിലും ഇതുവരെ തീരുമാനമായില്ല. തേവള്ളിയിൽ മത്സരിക്കാൻ RSPക്ക് പേടിയാണോ എന്നാണ് കോൺഗ്രസിന്റെ മറുചോദ്യം. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.